നമസ്കാരം. വ്യാഴാഴ്ച വടക്കൻ ഗാസ മുനമ്പിലെ ജബാലിയയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇസ്രായേലി വ്യോമാക്രമണം നടത്തി 10 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ആരോഗ്യ അധികൃതർ പറഞ്ഞു. ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുകളുടെയും ഒരു കമാൻഡ് സെന്ററിലെ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഒരു മാർക്കറ്റിംഗ് സമീപമുള്ള പോലീസ് സ്റ്റേഷനിൽ 2 ഇസ്രായേലി മിസൈലുകൾ പതിച്ചതായും ഇത് 10 പേരുടെ മരണത്തിന് പുറമെ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായും ഡോക്ടർമാർ പറയുന്നുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ഐഡന്റിറ്റികൾ ഉടനടി വ്യക്തമല്ല. ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഹമാസും അനുബന്ധ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുകളും നടത്തുന്ന ജബാലിയയിലെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആക്രമിച്ചുവെന്നും ഇസ്രായേൽ സേനയ്ക്കെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും തീവ്രവാദികൾ ഈ കേന്ദ്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നും അതേ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഫലസ്തീൻ ഭീകര സംഘടനകൾ സൈനിക ആവശ്യങ്ങൾക്കായി സാധാരണക്കാരെയും പൗരന്മാരുടെ സ്വത്തുക്കളെയും ചൂഷണം ചെയ്യുന്നുവെന്ന് അവർ ആരോപിച്ചു. ഹമാസും മറ്റ് വിഭാഗങ്ങളും ഈ ആരോപണം നിഷേധിക്കുന്നു. ഗാസ നഗരത്തിലെ ദുറ ചിൽഡ്രൻസ് ആശുപത്രിയുടെ മുകൾ ഭാഗത്ത് ഇസ്രായേലി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ആശുപത്രിയുടെ സൗരോർജ്ജ പാനൽ സംവിധാനം നശിക്കുകയും ചെയ്തതിന് ഒരു ദിവസത്തിന് ശേഷം ആശുപത്രി പ്രവർത്തനരഹിതമായതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആരും കൊല്ലപ്പെട്ടിട്ടില്ല. സംഭവത്തെക്കുറിച്ച് ഇസ്രായേലിന് ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ മറുപടിയായി ഇസ്രായേൽ ആരംഭിച്ച 18 മാസം പഴക്കമുള്ള സൈനിക നടപടി ഗാസയിലെ ആരോഗ്യ സംവിധാനത്തെ മുഴുവൻ തകർത്ത് എറിഞ്ഞിരിക്കുകയാണ്. പ്രദേശത്തെ പല ആശുപത്രികളുടെയും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഡോക്ടർമാരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. നിർണായകമായ സപ്ലൈകൾ കുറഞ്ഞിരിക്കുകയാണ്. ജനുവരിയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ മാർച്ച് 18 തകർന്നതിനു ശേഷം ഇസ്രായേലി ആക്രമണങ്ങളിൽ 1090-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. അവരിൽ പലരും സാധാരണക്കാരാണെന്നും ഗാസ ആരോഗ്യ അധികൃതർ പറയുന്നു. ഗാസയുടെ ഭൂമിയുടെ ഒരു ബഫർ സോൺ ഇന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തതോടെ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തുവെന്നും അമേരിക്കയുടെ പിന്തുണയോടെ അറബ് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും നടത്തിയ ശ്രമങ്ങൾ പോരടിക്കുന്ന 2 കക്ഷികളായ ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ഇതുവരെ പരാജയപ്പെട്ടുവെന്നും പറയുന്നു. 2023 ഒക്ടോബർ ഹമാസിൽ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേർ ഗാസയിലേക്ക് ബന്ദികളാവുകയും ചെയ്തു. അതിനുശേഷം ഗാസയിലെ ഇസ്രായേലി ആക്രമണത്തിൽ 51,300-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഭക്ഷണം, മരുന്ന്, സഹായം എന്നിവയ്ക്ക് ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം 50 നാളുകളിൽ പിന്നിട്ടിരിക്കെ ഗസയിൽ സ്ഥിതി അത്യന്തം പരിതാപകരമായി തന്നെ തുടരുകയാണ്. UN എത്രയും വേഗം തന്നെ ഗസയ്ക്ക് സഹായം ലഭ്യമാക്കാൻ നടപടി വേണമെന്നും വിവിധ UN ഏജൻസികൾ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.